നടീൽ കാലമല്ലേ ഈ ചേനയുടെയും ചേമ്പിൻ്റെയും കാച്ചിലിൻ്റെയും ഒക്കെ നടീൽ കാലം. ഈ പല ആൾക്കാരും വലിയ ചേന എടുത്തിട്ട് 1 കിലോ പൂളൊക്കെ വെട്ടി, അല്ലെ 2 കിലോ പൂൾ, ഒരു ചേന വലിയ ചേന ഗജേന്ദ്ര ചേനയൊക്കെ എടുത്ത് 4ആയിട്ട് വളർത്തി. അപ്പോൾ ഒരെണ്ണം തന്നെ ഒരു 1/2 കിലോ മുതൽ 3/4 കിലോ 1 കിലോ ഒക്കെ കാണും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 150 ഗ്രാം മതി. അപ്പം നമ്മളുടെ ഈ ചേന നമ്മുടെ പച്ചക്കറി കടയിലൊക്കെ വിൽക്കാനിരിക്കുമ്പം ചെറിയ ചേനയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. വീട്ടുകാരൊക്കെ ചെറിയ ചേനയാണ് എടുക്കുന്നത്. വലിയ ചേന പിന്നെ നമ്മൾ കഷ്ണമാക്കാൻ വ്യാപാരികളും അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ, ഹോട്ടലുകാരൊക്കെയാണ് വലിയ ചേന എടുക്കുക. പക്ഷെ കൂടുതൽ വിൽപ്പനയുള്ളത് ചെറുചേനയാണ്. അപ്പോൾ ചെറുചേന കിട്ടാൻ വേണ്ടിയിട്ട് 150 ഗ്രാമുള്ള ചേനപ്പൂളുകൾ വെട്ടി നട്ടാൽ മതി. അതേപോലെ നമ്മൾ വെട്ടിച്ചേമ്പ്, പാൽച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പല ആൾക്കാരും തടയാണ് വിത്തെന്ന് വിചാരിച്ച് തടയാണ് കൂടുതൽ നടുന്നത്. തട വേണമെന്നില്ല, അതിൻ്റെ വിത്ത് മതി. അതേപോലെ തന്നെ പിന്നെ കാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാച്ചിലുണ്ട്. വലിയ മീറ്റർ കണക്കിന് ആഴത്തിലേക്ക് വളർന്നു വരുന്ന ആ കാച്ചിലിനൊന്നും വലിയ ഡിമാൻഡില്ല. നമുക്ക് ഉണ്ടക്കാച്ചിലാണ് നല്ലത്, ചെറിയ കാച്ചിൽ. അപ്പോൾ ചെറിയ കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ നമ്മളതിൻ്റെ മുടി ഭാഗം ഒക്കെ നമുക്ക് നട്ടു കൊടുത്താൽ നമുക്ക് പിന്നെ ഈ ചെറിയ കാച്ചിലുണ്ടാക്കാം. അത് ഈ കാച്ചിലിൻ്റെ കിഴക്കാന്ന് പറഞ്ഞ ചെറിയ വിത്തില്ലേ, ആ വിത്ത് നട്ടാൽ നമുക്ക് ചെറിയ കാച്ചിൽ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള നടീൽ കാലത്ത് ലാഭകരമായിട്ട് ഈ വിത്തുകൾ, നടീൽ വിത്തുകൾ നമുക്ക് സംഭരിച്ച് നമുക്ക് കൂടുതൽ സ്ഥലത്തേക്ക് കുറച്ച് ചേന വിത്ത് കൊണ്ട് കൂടുതൽ നമുക്ക് നടാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കാച്ചിൽ കൊണ്ട് കൂടുതൽ നടാൻ പറ്റും. അതുപോലെ കുറച്ച് വിത്തുകൾ കൊണ്ട് കൂടുതൽ ചേമ്പ് നടാൻ പറ്റും. അപ്പം നമ്മൾ ഏപ്രിൽ 23 10-ാം ഉദയമാണ് നടീൽ കാലം, നടീലിൻ്റെ ഒരു മുഹൂർത്തം. ആ സമയത്ത് നടുന്നതിന് ഒരു തയ്യാറെടുപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എടുത്താലേ നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചാണകപ്പാൽ മുക്കിയിട്ട് ഒന്ന് തണലിൽ ഉണക്കിയിട്ട് നടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നടുന്ന ദിവസം സ്യൂഡോമോണാസിൽ ഒന്ന് മുക്കുക. നടുന്ന ദിവസം അത് ചാണകപ്പാലിനകത്ത് മുക്കിയിട്ട് ഒരാഴ്ച തണലിൽ വെച്ച് ഉണക്കിയ വിത്തുകൾ നടുന്ന ദിവസം ഒരു അരമണിക്കൂർ നേരം സ്യൂഡോമോണാസ് 20 ഗ്രാം പച്ചച്ചാണകത്തിൽ കലക്കിയിട്ട്, പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ശകലം പച്ചച്ചാണകം ഇട്ട് കലക്കിയിട്ട് അതിനകത്ത് മുക്കി നമുക്ക് നടുന്നതാണെങ്കിൽ ഈ കരിക്കാൻ പോലെയുള്ള ചെറിയ കുമിൾ രോഗങ്ങളൊന്നും വരാതിരിക്കും.